മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? മെഡിറ്റേഷനിലൂടെ സാധിക്കുമെന്നാണോ? അല്ല, ഞാൻ മെഡിറ്റേഷൻ എന്നുള്ള വേർഡ് അവിടെ പറയണില്ല. ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും, അല്ലേ? അതെ. ശില്പയ്ക്ക് ആരാവാനാണ് ഇഷ്ടം? രണ്ടുപേരും ആവാൻ താല്പര്യമില്ല. 2 രീതിയേ ഉള്ളൂ. ഐദർ യു ക്യാൻ ബി പറ്റിക്കപ്പെടുന്ന ആളാവാം. ഒരാളെ പറ്റിക്കാനും എനിക്ക് താല്പര്യമില്ല, മറ്റൊരാളെ പറ്റിക്കപ്പെടാനും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല. അവർ വീട് ക്ലോസ് ചെയ്യുന്നു, പുറത്ത് വരുന്നു, അവർ കാറിൽ കയറുന്നു, കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട്, ഐ റിയലി ക്ലോസ് ദ റൂം ഓർ നോട്ട്. അയാൾ ചെയ്താണ്, ഒരു നിമിഷം പോലും ആയിട്ടില്ല. ചില വീട്ടമ്മമാർ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ മറന്നു, എന്നിട്ട് പറയും മെമ്മറി പോയി കിടക്കുന്നു കേട്ടോ. It's not the case of losing the memory. Every person have a two side, materialistic as well as spirituality. It's not me. അവന്റെ കാഴ്ചപ്പാടാണ് അവൻ പറയുന്നത്, അതല്ല ഞാൻ. സാർ, നമ്മൾ മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞു നിർത്തിയത്. സാർ എന്നോട് ചോദിച്ചു എന്താണ് മെഡിറ്റേഷൻ എന്ന്. പക്ഷെ ഞാൻ സാറിനോട് തിരിച്ചു ചോദിക്കണം, എന്താണ് ആക്ച്വലി മെഡിറ്റേഷൻ? ആൻഡ് ഈ പാമിസ്ട്രിയും മെഡിറ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് പാമിസ്ട്രിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു പാമിസ്ട്രി വഴി നമ്മളെക്കുറിച്ച് സ്വയം കൂടുതൽ അറിയുക എന്നുള്ളത്. നമ്മളുടെ പ്രീവിയസ് ബർത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നു എന്നൊക്കെ നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ജനറലി ഇറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. മനസ്സിലാക്കാൻ സാധിക്കുമോ? അങ്ങനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? മെഡിറ്റേഷനിലൂടെ സാധിക്കുമെന്നാണോ? അല്ല, ഞാൻ മെഡിറ്റേഷൻ എന്നുള്ള വേർഡ് അവിടെ പറയണില്ല. ഞാൻ ചോദിക്കുകയാണ്, അടുത്ത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ താങ്കൾക്ക് താങ്കളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എങ്ങനെയാണ് താങ്കൾക്ക് താങ്കളെക്കുറിച്ചിട്ട് അറിയാൻ പറ്റുക? അനലൈസ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഞാൻ സെൽഫ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അനലൈസിസ് ഒരു പരിപൂർണ തലത്തിലാവോ? ഇല്ല, ബയസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ആതന്റിക്കലായിട്ടുള്ള ഒരു ആള് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി താങ്കൾക്ക് പറയാം, അല്ലെങ്കിൽ താങ്കൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഞാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത് ഇതിനാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു ലെവലോട്ട് എത്തിയാലോ കുറച്ചുകൂടി വിശ്വസനീയമായിരിക്കും. നമുക്ക് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞു. അത് തന്നെയാണ് നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ കണക്റ്റിംഗ് ടു ദ യൂണിവേഴ്സ്. വി ഓൾ ആർ ദ യൂണിവേഴ്സൽ ബീയിങ്. നമ്മളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളാണ്. ശില്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയും സായിറാം സഞ്ജയ് എന്ന് പറയുന്ന ഞാനും ഇവിടെ ഇരിക്കുമ്പോൾ, എനിക്ക് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിയെടുത്ത് ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ഒരു എമ്പതി തോന്നുന്ന രീതിയിൽ ആയിക്കഴിഞ്ഞാൽ താങ്കൾ ഒരു യൂണിവേഴ്സൽ ബീയിങ് ആണെന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകുന്നു. ഇഫ് ഐ ആം ഡൂയിങ് സംതിങ് എഗനസ്റ്റ് യു, ഞാൻ എൻ്റെ പ്രാരാബ്ദം അവിടെ കൂട്ടിയെന്നാണ് അർത്ഥം. ലോകത്ത് മെഡിറ്റേഷനിലോട്ട് വരികയാണ്. ഞാൻ മെഡിറ്റേഷനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്യാണ്. ലോകത്തിൽ 2 തരം ആൾക്കാരാണുള്ളത്. പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും, അല്ലേ? അതെ. ശില്പയ്ക്ക് ആരാവാനാണ് ഇഷ്ടം? രണ്ടുപേരും ആവാൻ താല്പര്യമില്ല. 2 രീതിയേ ഉള്ളൂ. ഐദർ യു ക്യാൻ ബി പറ്റിക്കപ്പെടുന്ന ആളാവാം. ഒരാളെ പറ്റിക്കാനും എനിക്ക് താല്പര്യമില്ല, മറ്റൊരാളെ പറ്റിക്കപ്പെടാനും എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ല. എൻ്റെ ക്വസ്റ്റ്യൻ, ലോകത്ത് 2 തരം കാറ്റഗറി പീപ്പിൾസേ ഉള്ളൂ. ഒന്ന് പറ്റിക്കുന്നവനും, രണ്ടാമത്തത് പറ്റിക്കപ്പെടുന്നവനും. ക്ലിയർ അല്ലേ? ഇത് 2 കാറ്റഗറിയേ ഉള്ളൂ. ഐദർ യു ഹാവ് ടു ചൂസ് എനി വൺ ഓഫ് ദിസ്. യു ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ. ആൻഡ് വാട്ട് യു വിൽ ചൂസ്? അറിയില്ല. ആക്ച്വലി അത് വളരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ചോദ്യമാണ്. ലൈക്ക് എൻ്റെ ഉയർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയും പറ്റിക്കുന്നവനാകാനാണ് എനിക്ക് താല്പര്യമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിനെ സമ്മതിക്കാത്തത് കൊണ്ട് വേണമെങ്കിൽ പറ്റിക്കപ്പെടാം. അവിടെയാണ് താങ്കൾക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവിടെ പൂർണ്ണമാകാത്തത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂസിങ് ആയുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് മെഡിറ്റേഷൻ. ഇനി മെഡിറ്റേഷൻ എന്താണെന്നുള്ളത് ഞാൻ അതിലോട്ട് പോവാം. അപ്പോൾ പറ്റിക്കപ്പെടുന്നവനും പറ്റിക്കുന്നവനും പറ്റിക്കപ്പെടുന്നവനും. ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ താങ്കളെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് താങ്കളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? താങ്കളുടെ പ്രാരാബ്ദം കുറയുകയും എൻ്റെ പ്രാരാബ്ദം കൂടുകയും ചെയ്യും. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? താങ്കൾ ഒരു യൂണിവേഴ്സൽ ബീയിങ് ആണ്, ഞാനൊരു യൂണിവേഴ്സൽ ബീയിങ് ആണ്. യൂണിവേഴ്സിനെ സംബന്ധിച്ചോളം യൂണിവേഴ്സിന് ഡസൻറ്റ് ഹാവ് എനി ഡിഫറൻസ്
വെദർ ഇറ്റ് ഈസ് ഫീമെയിൽ, വെദർ ഇറ്റ് ഈസ് മെയിൽ, നത്തിങ് ലൈക്ക്. നമ്മൾ വയനാട് ദുരന്തമൊക്കെ കണ്ടു. അവിടെ കാശുള്ളവനും ഇല്ലാത്തവനും ആ ജാതിയും ഈ ജാതിയും ഒന്നുമില്ല. യൂണിവേഴ്സിന് എല്ലാവരും ഈക്വലാണ്, എല്ലാവരും യൂണിവേഴ്സിൻ്റെ മക്കളാണ്. അവിടെ ഒരു നല്ല കാര്യമോ മോശക്കാര്യമോ അവതരിപ്പിക്കും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ടാണ് യൂണിവേഴ്സ് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ താങ്കളെ പറ്റിച്ചാൽ യൂണിവേഴ്സ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രാരാബ്ദം ഞാൻ കൂട്ടുക. ബിക്കോസ് യു ആർ ദ ഡാട്ടർ ഓഫ് ദ യൂണിവേഴ്സ്, ഐ ആം ദ സൺ ഓഫ് ദ യൂണിവേഴ്സ്. ആൻഡ് യൂണിവേഴ്സിൻ്റെ ഡാട്ടറിന് യൂണിവേഴ്സിൻ്റെ സണ്ണായ ഞാൻ പറ്റിച്ചാൽ എൻ്റെ പ്രാരാബ്ദം ഞാൻ കൂട്ടുകയാണ്, താങ്കളുടെ പ്രാരാബ്ദം കുറയുകയാണ്. അപ്പോൾ പറ്റിക്കപ്പെടുന്നവൻ്റെ പ്രാരാബ്ദം കുറയുകയും പറ്റിക്കുന്നവൻ്റെ പ്രാരാബ്ദം കൂടുകയും ചെയ്യും. ഇത് ലോ ഓഫ് കർമ്മയിലെ വലിയൊരു വിഷയമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെഡിറ്റേഷൻ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഷോ എന്ന മഹാഗുരു മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നത് നോ മൈൻഡ് എന്നാണ്. എന്താണ് നോ മൈൻഡ്? മനസ്സില്ലാത്തൊരവസ്ഥയാണ്. എക്സാക്ട്ലി, ഇറ്റ് ഡസൻ ഹാവ് എ മൈൻഡ്. നമ്മളുടെ മൈൻഡ് എന്ന് മങ്കി മൈൻഡ് എന്ന് പറയുന്ന സാധനം, ഈ കീപ്പ് ഓൺ തിങ്കിങ്, ഈ ഓൾവേസ് ഹാവ് എ തോട്ട്സ്. എന്തായിരിക്കും നമ്മുടെ തോട്ട്സ്? ഐദർ എബൌട്ട് ദ പാസ്റ്റ് ഓർ എബൌട്ട് ദ ഫ്യൂച്ചർ, അല്ലേ? അതെ. നമ്മൾ ഒന്നെങ്കിൽ പാസ്റ്റിനെ കുറിച്ചുള്ള തോട്ട്സ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺസേൺ ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. ഇതല്ലേ നമ്മുടെ 24 hours നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഹ്യൂമൻ മൈൻഡ് ഈസ് കോൾഡ് മങ്കി മൈൻഡ്. വി കീപ്പ് ഓൺ തിങ്കിങ്, ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഫൈൻ മൊമെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ. We don't have any thoughts. We not thinking about the past. We never think about the future. 100% we will become in the present. That is a fine moment is called we are on meditative state. നമ്മൾ പ്യൂറായിട്ട് തോട്ട്ലെസ് സ്റ്റേജിലോട്ട് വരുന്ന ഒരു സ്റ്റേജ്. ഇതിനെ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100% അവയർനെസ് എന്ന് പറയാം. 100% അവയർനെസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വി ഫുള്ളി അവെയർ അബൌട്ട് അവർ സെൽഫ്. 100% അവെയർ. Shilpa ji is having a cup of tea. As a naturopathy person, I am against the tea. But just for better understanding, I just mentioning that about the tea. You are drinking a cup of tea. What will be the way how you drinking a cup of tea? Can you just tell me how you drink a cup of tea? ചിലപ്പോൾ കൂടെ വന്ന ആൾക്കാരോട് സംസാരിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടായിരിക്കാം. You have been doing a lot of activities and you've been drinking the tea. അതെ. Are you aware about that? What you are doing right now? You never think about you never feel the taste of the tea. Even something mixing the tea also you may not be aware, because you've been talking to your boyfriend or your lover or your husband, whoever it is you are talking to them, or else you are talking to your boss for some specific interviews or something like. And you simply sipping the tea and you talking the phone and you've been thinking that this bloody fella will call me tomorrow for another things and all. I'm just sorry. I'm just for, and you never think that you're a very genuine lady. He will think about good about the boss. Of course. I just make a fun. I just want to tell you. Okay, don't take into negative. അപ്പോൾ എന്തവിടെ ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞാണ്. നമ്മൾ പല പല തോട്ട്സുമായിട്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത്. 100% അവെയറായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ കോൾഡ് മെഡിറ്റേഷൻ. ക്യാൻ യു ജസ്റ്റ് മെൻഷൻ ടു മീ എനിത്തിങ് യു ഡു 100% ഡെഡിക്കേഷൻ വിത്തൗട്ട് ഹാവ് എനി തോട്ട്സ്? 100% do that. Can you just drink a cup of tea with 100% awareness? Can you do that? ഇല്ല, ബുദ്ധിമുട്ടാണ്. But you try. Then that will be a meditative sipping of tea. You just feel the each and every sip. You just feel the taste. When you touch your tongue, just feel the taste. You are close your eyes. Our energy is always losing from our eyes. നമ്മുടെ എനർജി എപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു കൊടുക്കും നമ്മുടെ കണ്ണുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിലോട്ട് നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത്, അല്ലേ? നമ്മൾ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉൾക്കാഴ്ചയാണ്, നമുക്കുള്ളിലോട്ട് നമ്മൾ വെളിയിലോട്ട്. സി, വി ഓൾവേസ് തിങ്ക് അബൌട്ട് വാട്ട് അതേഴ്സ് മെൻഷൻ അബൌട്ട് us. Bloody people telling about their opinion. It's not me. അവൻ്റെ കാഴ്ചപ്പാടാണ് അവൻ പറയുന്നത്, അതല്ല ഞാൻ, അല്ലേ? ഞാൻ ആരാന്ന് എനിക്ക് പപ്പു പറയുന്ന പോലെ നമ്മൾ ആരാന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ഒന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല.
ബിക്കോസ് എൻ്റെ ഹയർ സെൽഫിന് എന്നെക്കുറിച്ച് പറയണമെങ്കിൽ നമ്മളൊരു വിറ്റ്നസിങ് ഭാവത്തിലോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. അതൊരു വിറ്റ്നസിങ് ഭാവത്തെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു നോൺ മൈൻഡ് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ 100% അവയർനെസ്സിലോട്ട് നമ്മൾ പോകുന്ന അവസ്ഥ. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും 100% അതിലോട്ട് മാത്രമാണ് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ദർ ഈസ് നോ പാസ്റ്റ്, ദർ ഈസ് നോ ഫ്യൂച്ചർ, വി ആർ 100% ദിസ് മൊമെൻറ്റ്, ഈ മൊമെൻറ്റിൽ മാത്രം നിൽക്കുന്നൊരവസ്ഥ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ ചെയ്യാൻ പറ്റും. ഈവൻ യു ക്യാൻ ഡു whatever the task. If you are writing a story of your 100% meditative stage, you can write something. Even sex also you are doing 100% awareness oda cheyan pattum. Nowadays nobody is doing like that. Even thinking something else and doing some this like a task. നമ്മൾ ഫിസിക്കൽ ലെവലിൽ നമ്മൾ പല ടാസ്ക്, നമ്മളൊരു റൂം ക്ലോസ് ചെയ്യുന്നു, നമ്മൾ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അവർ വീട് ക്ലോസ് ചെയ്യുന്നു, പുറത്ത് വരുന്നു, അവർ കാറിൽ കയറുന്നു, കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡൗട്ട്, ഐ റിയലി ക്ലോസ് ദ റൂം ഓർ നോട്ട്. അയാൾ ചെയ്തതാണ്, ഒരു നിമിഷം പോലും ആയിട്ടില്ല. എന്നിട്ട് പറയും എന്തോ പ്രായമായതുകൊണ്ടാണോ എന്നറിയില്ല, പഴയതുപോലെ മെമ്മറി ഇല്ല. പല ആൾക്കാരും പറയുന്നതാണ്. ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ആൻസർ. തിങ് ഈസ് ദാറ്റ് they are thinking something else as and when they are doing a task. ചില വീട്ടമ്മമാർ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാൻ മറന്നു എന്നിട്ട് പറയും മെമ്മറി പോയി കിടക്കുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് ദ കേസ് ഓഫ് ലൂസിങ് ദ മെമ്മറി. തിങ് ഈസ് ആർ ദേ ആർ മോർ ആങ്ഷ്യസ്. They are thinking about something else during the time of they are making a cup of tea or making something, cooking for their relatives or something. ആ സമയത്ത് they may be thinking lot of things. സീരിയലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കും അമ്മൂമ്മ തീ കത്തിക്കുന്നത്. ശ്രദ്ധയില്ലായ്മയാണ് ബേസിക്കലി. ശ്രദ്ധയില്ലായ്മ, അവയർനെസ് ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ അവയർനെസ്. ആ അവയർനെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യവും എൻജോയ് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റ്, ആ ഒരു ഫൈൻ മൊമെൻ്റ് ആണ് നമുക്ക് മെഡിറ്റേഷൻ. ധ്യാനം എന്ന് പറയുന്നത് നമുക്കുള്ളിലോട്ടുള്ള നോട്ടം. നമ്മൾ പുറത്തേക്ക് നോക്കുന്നതിന് പകരം ആന്തരികമായി നമ്മൾ നോക്കുന്നു. അതിൽ പലതരം മെഡിറ്റേഷൻസും മെത്തഡോളജിയും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ മെഡിറ്റേഷനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വൺ ഈസ് കാൾഡ് ആക്റ്റീവ് മെഡിറ്റേഷൻ, അതർ വൺ ഈസ് കാൾഡ് പാസീവ് മെഡിറ്റേഷൻ. നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് പാസീവ് മെഡിറ്റേഷൻസ് ആയിരിക്കും. പാസീവ് മെഡിറ്റേഷൻ നമ്മൾ സൈലൻ്റ് ആയിട്ട് സിംഗിൾ ഒരു പോസ്റ്ററിൽ ഇരിക്കുക, നമ്മൾ പോസ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. വി ഹാവ് ടു സിംപ്ലി സീറ്റ് അവർ സ്പൈൻ ഷുഡ് ബി സ്ട്രൈറ്റ്, ഹാൻഡ് ഷുഡ് ബി ലൈക്ക് ദീസ്, മുദ്ര ഷുഡ് ബി ലൈക്ക് ദീസ്, സംതിങ് ലോട്ട് ഓഫ് തിങ്സ്, ആൻഡ് that is called the passive meditation. Simply sitting, closing the eyes. Active meditation, we are doing some task and naturally the meditation happening. Osha's designed more than 150 type of meditation. Most of them are active meditation, dance meditation, dynamic, kundalini, different meditation. I'm not very specific about the active meditation, but active meditation is also very good nowadays because now it is a materialistic world. Every people are after the materialistic desires. And then spirituality is, this is every coin have a two side, head and tail. Such a way, every person have a two side, materialistic as well as spirituality. നമ്മൾ ഇതിനെ ഒരു ബ്ലെൻഡ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഓൺസ് വി വിൽ ബി ഏബിൾ ടു ബാലൻസ്, ബിക്കോസ് നമ്മളൊരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിൽക്കും. വി കാൺ ഗോ ഫോർ 100%. രമണ മഹർഷിയൊക്കെ ചെയ്ത കൂട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാൻ നമ്മളിപ്പോൾ സാധാരണ ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിൽക്കുന്നവർക്ക് പറ്റത്തില്ല. ശില്പ, ഡു യു വാണ്ട് ടു ബി എ പ്യുവർ മെഡിറ്റേറ്റർ ലൈക്ക് ടു ബി ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് സിറ്റിംഗ് ഐഡിൽ? ഇറ്റ് ഡസൻ ലൈക്ക്. ഓക്കെ, so you supposed to be in the busy schedule of doing the interview. You've been always want to be recognized by, see avarthe endannu ariyo, you want to be recognized by others, but the major fault you are doing is that you are not recognizing by yourself. നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. യു ആർ നോട്ട് റെസ്പെക്ടിങ് യു, യു ആർ നോട്ട് റെക്കഗ്നൈസിങ് യു. ഓൺസ് യു റെക്കഗ്നൈസിങ് യു ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ലെവലോട്ട് എത്തണം. അതൊരു ഇപ്പോൾ Shilpa ji is giving lot of advice to your friends. They have some problems. Shilpa ji is giving advice. Hello, this is nothing. You have to do like this and just avoid him. End of the story. You will be success. And your advice, what other person is accepting and doing that, they became success. The same instant happen in your own case. You will be in dilemma state of mind.